മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഇന്ന് പറയാൻ പോകുന്നത് ഋഷ്യശൃംഗന്റെ കഥയാണ്. വൈശമ്പായന മഹർഷി ധൃതരാഷ്ട്ര മഹാരാജാവിനോട് മഹാഭാരത കഥ പറയുന്നത് തുടരുകയാണ്. വൈശമ്പായന മഹർഷി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, യുധിഷ്ഠിരൻ പിന്നീട് ലോമേശ മഹർഷിയുടെ കഥകളൊക്കെ കേട്ട ശേഷം നന്ദ, അപരനന്ദ, കൗശികി എന്നീ നദികളുടെ അടുത്തെത്തി ഹേമകൂട പർവ്വതത്തിന്റെ അരികത്ത് എത്തിച്ചേരുകയും ചെയ്തു. നന്ദാ നദിയിൽ സ്നാനം ചെയ്യുകയും ചെയ്തു. വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമവും വിഭാണ്ഡകൻ എന്ന കശ്യപ മഹർഷിയുടെ ആശ്രമവും യുധിഷ്ഠിരൻ കണ്ടു. വിഭാണ്ഡകൻ എന്ന കശ്യപ മഹർഷിയുടെ ആശ്രമം പുണ്യാശ്രമം എന്ന് അറിയപ്പെടുന്നു. വിഭാണ്ഡക മഹർഷിയുടെ മകനാണ് ഋഷ്യശൃംഗൻ. വിഭാണ്ഡക മഹർഷിയുടെ മകനായ ഋഷ്യശൃംഗൻ ഒരു പേടമാനിന്റെ പുത്രനാണ്. വരൾച്ച ഉണ്ടായ സമയത്ത് മഴ പെയ്യിച്ച മുനികുമാരനുമാണ്. അതെങ്ങനെയെന്ന് വിശദമാക്കാം. നദിയിൽ കുളിക്കാനിറങ്ങിയ ബ്രഹ്മർഷിയായ വിഭാണ്ഡക മഹർഷി ദേവ അപ്സരസായ ഉർവശിയെ കണ്ടു. അതിസുന്ദരിയായ ഉർവശിയെ കണ്ടതും ജലത്തിൽ അദ്ദേഹത്തിന്റെ ബീജം സ്രവിച്ചു. ഇത് ഒരു പേടമാൻ കുടിച്ചു. ആ ജലം ഒരു പേടമാൻ കുടിച്ചു. പേടമാൻ ഗർഭിണിയാവുകയും ചെയ്തു. പേടമാൻ ശാപം കിട്ടിയ ഒരു ദേവസ്ത്രീ ആയിരുന്നു. അങ്ങനെ ആ ദേവസ്ത്രീക്ക് ഋഷ്യശൃംഗൻ എന്ന മുനികുമാരൻ ഉണ്ടായി. ആ ദേവശ്രീക്ക്, പേടമാനായി ജനിച്ച ആ ദേവശ്രീക്ക് ബ്രഹ്മർഷിയായ വിഭാണ്ഡകന്റെ പുത്രൻ ജനിച്ചു. ഋഷ്യശൃംഗൻ എന്ന് പേരിടുകയും ചെയ്തു. തുടർന്ന് ഈ ദേവശ്രീക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു. ബ്രഹ്മചാരിയായി തന്നെ തന്റെ പിതാവിനൊപ്പം കാട്ടിൽ ആശ്രമത്തിൽ താമസിച്ചു വന്നു ഋഷ്യശൃംഗൻ. ജനിക്കുമ്പോൾ തന്നെ ഒരു കൊമ്പുണ്ടായിരുന്നു. മാനിന് ജനിച്ച കുട്ടിയാണല്ലോ, ഒറ്റക്കൊമ്പ്. അതുകൊണ്ടാണ് ഋഷ്യശൃംഗൻ, കൊമ്പുള്ളവൻ എന്നവന് പേര് ലഭിച്ചത്. സ്വന്തം പിതാവിനെ അല്ലാതെ ആരെയും ഋഷ്യശൃംഗൻ കണ്ടിരുന്നില്ല. ഇനി ഋഷ്യശൃംഗൻ മഴ പെയ്യിച്ചത് എങ്ങനെയെന്ന് നോക്കാം. ദശരഥ മഹാരാജാവിന്റെ സുഹൃത്തായിരുന്ന ലോമപാത രാജാവ് വാഗ്ദാനങ്ങൾ നൽകി ബ്രാഹ്മണരെ മോഹിപ്പിച്ചിരുന്നു. എന്നിട്ടോ ഒന്നും അവർക്ക് കൊടുക്കുകയുമില്ല. അങ്ങനെ ഓരോ ബ്രാഹ്മണരായി അംഗദേശം വിട്ട് പലായനം ചെയ്തു. എല്ലാ ബ്രാഹ്മണരും പോയതോടുകൂടി ആ രാജ്യത്ത് വരൾച്ച ഉണ്ടായി. അപ്പോൾ കുറ്റബോധം കൊണ്ട് ലോമപാത മഹാരാജാവ് ആ ബ്രാഹ്മണരുടെ അടുത്തു ചെന്ന്, പശ്ചാത്താപം തോന്നിയ രാജാവ് ആ ബ്രാഹ്മണരുടെ അടുത്തു ചെന്ന് പ്രായശ്ചിത്തം ചെയ്തു. നാട്ടിൽ മഴ ഇനി പെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. എന്താണ് അതിനൊരു വഴി? താപസന്മാർ ഇങ്ങനെ പറഞ്ഞു: മഴ പെയ്യിക്കാൻ കഴിവുള്ള ഒരു മുനികുമാരനുണ്ട് കുറച്ചകലെ. മുനികുമാരനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം, അംഗദേശത്തേക്ക് കൊണ്ടുവരണം. മുനികുമാരനെ കൊണ്ടുവരാനോ? അതിനെന്താണ് ഒരു പോംവഴി? അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, നമുക്ക് അതിനൊരു വഴി കണ്ടുപിടിക്കാം. അപ്പോഴാണ് ആ നാട്ടിലെ ഒരു വേശ്യ, വൃദ്ധയായ വേശ്യ ഇങ്ങനെ പറഞ്ഞത്: എൻ്റെ മകളെ കൊണ്ട് അതിന് കഴിയും. നമുക്കൊരു നൗകാശ്രമം ഉണ്ടാക്കണം. നൗകാശ്രമമോ? അതെന്താണ്? ലോമപാത രാജാവ് അവരോട് ചോദിച്ചു. നിങ്ങൾ എനിക്ക് സാധനങ്ങളെല്ലാം വാങ്ങിത്തരണം. പഴങ്ങളും പൂക്കളും. ഈ മുനികുമാരനെ കൊണ്ടുവരാൻ വേണ്ടി കുറെ സാധനങ്ങൾ നമുക്ക് വേണം. നൗകാശ്രമം എന്ന് വെച്ചാൽ തോണിയിൽ ഒരു ആശ്രമം ഉണ്ടാക്കുക. വളരെ മനോഹരമായ ഒരു ആശ്രമം അങ്ങനെ അവർ തോണിയിൽ, നൗകയിൽ കെട്ടിപ്പൊക്കി. അത് നൗകാശ്രമം എന്ന് അറിയപ്പെട്ടു. അങ്ങനെ നൗക തുഴഞ്ഞ് വിഭാണ്ഡക മുനിയുടെ ആശ്രമത്തിന്റെ സമീപത്തേക്ക് പോവുകയാണ് വൃദ്ധയായ വേശ്യ മകളോടൊപ്പം. കൂടെ കുറെ തോണി തുഴയാൻ ആളുകളും ഉണ്ടായിരുന്നു. വിഭാണ്ഡക മുനി പുറത്തു പോകുന്ന സമയത്ത് നൗക അവിടെ കൊണ്ടുപോയി കെട്ടിയിടും. വിഭാണ്ഡക മുനി പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ അവർ അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ കുറച്ചു ദിവസം അവരവിടെ താമസിച്ചു.
വിഭാണ്ഡക മുനി പോയ സമയങ്ങളിൽ ഈ വൃദ്ധയായ വേശ്യയുടെ മകൾ മുനികുമാരന്റെ അടുത്തെത്തും. ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത മുനികുമാരൻ ഇതൊരു മഹർഷിയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഒരു ദിവസം അച്ഛൻ വന്നപ്പോൾ മകൻ മൂകനായി ഇരിക്കുന്നത് കണ്ടു. എന്താണ് നിന്റെ വിഷമം? എന്താണ് നീ ഇങ്ങനെ മൗനമായിരിക്കുന്നത്? വിഭാണ്ഡകൻ, ഋഷ്യശൃംഗന്റെ പിതാവ് ഋഷ്യശൃംഗനോട് ചോദിച്ചു. പിതാവേ, ഇന്നിവിടെ ഒരു ദേവകുമാരൻ വന്നിരുന്നു. അവന്റെ മാറിടങ്ങളെല്ലാം മൃദുവായിരുന്നു, രോമങ്ങൾ ഉണ്ടായിരുന്നില്ല. അവനെ കാണാൻ അതീവ സുന്ദരനായിരുന്നു. എനിക്കവൻ പഴങ്ങൾ തന്നു, ജട അണിഞ്ഞിരുന്നു. അവനെ കൂടാതെ എനിക്കിനി ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ വിഭാണ്ഡക മുനി പറഞ്ഞു, അത് വല്ല രാക്ഷസനുമായിരിക്കും. രാക്ഷസന്മാർ പല വേഷങ്ങൾ മാറി മാറി വരും നിന്നെ പറ്റിക്കാൻ. നീ അതിലൊന്നും വീണു പോകരുത്. നീ ഒരു മുനികുമാരനാണ്. ബ്രഹ്മർഷിയായ മഹാതപസ്യായ തേജസ്വിയായ വിഭാണ്ഡക മുനിയുടെ മകൻ, കശ്യപ മഹർഷിയുടെ മകൻ. കശ്യപൻ മകനെ ഉപദേശിച്ചു. അങ്ങനെ ഒരു നാൾ വിഭാണ്ഡക മുനി പുറത്തുപോയ സമയം നോക്കി ഈ വൃദ്ധയായ വേശ്യയുടെ മകൾ മുനികുമാരനെ, ഋഷ്യശൃംഗനെ അംഗരാജ്യത്തേക്ക് നൗകയിൽ കയറ്റി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ മഴ പെയ്തു. രാജ്യത്താകെ സന്തോഷം. എല്ലാ വൃക്ഷങ്ങളും പൂവണിഞ്ഞു, കൃഷിയൊക്കെ ഉണ്ടായി. ആട്ടിടയന്മാർക്ക് സന്തോഷമായി. ആടുകളൊക്കെ മേഞ്ഞു നടന്നു, പശുക്കളൊക്കെ മേഞ്ഞു നടന്നു, പുല്ല്. എല്ലാവർക്കും സന്തോഷമായി. ഇതിൽ സന്തുഷ്ടനായ രാജാവ് തൻ്റെ സ്വന്തം പുത്രി ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം ചെയ്തു. വേശ്യയ്ക്കും വേശ്യയുടെ മകൾക്കും വല്ലാതെ മനം നൊന്തു. ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് ആ രാജകുമാരനെ സ്വന്തം പുത്രിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് വൃദ്ധ സങ്കടപ്പെട്ടു. പിന്നെ അവർ സമാധാനിച്ചു. മുനികുമാരനെ സ്വീകരിക്കാൻ ഏറ്റവും നല്ലത് രാജകുമാരി തന്നെ. നമ്മളെല്ലാം പാവങ്ങളല്ലേ, നമ്മൾ വേശ്യകളല്ലേ, വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവരല്ലേ എന്ന് പറഞ്ഞ് മകളെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഇതെല്ലാം അറിഞ്ഞ വിഭാണ്ഡകൻ കോപം കൊണ്ട് വിറച്ച് കൊട്ടാരത്തിലേക്ക് സ്വന്തം മകനെ അന്വേഷിച്ചെത്തി. അങ്ങനെ അന്വേഷിച്ച് വരുന്ന വഴി രാത്രിയായി. മുനിക്ക് ക്ഷീണമുണ്ട്. മുനി ഒരു ആട്ടിടയന്റെ വീട്ടിൽ തങ്ങി. ആട്ടിടയൻ മുനിയെ വേണ്ട വിധം സത്കരിച്ചു. ഇതിൽ കോപമൊന്ന് അടങ്ങിയ മുനി സന്തുഷ്ടനായി ചോദിച്ചു, ഇത്രയും സൗകര്യങ്ങളൊക്കെ, ഇത്രയും ആടുകളും പാലും ഒക്കെ എങ്ങനെ നിങ്ങൾക്കുണ്ടായി? അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, ഇവിടെ ഒരു മുനികുമാരൻ വന്നിരുന്നു. മഹാനായ ഒരു മുനിയുടെ താപസന്റെ മകനാണത്രേ. ഋഷ്യശൃംഗനെ അങ്ങനെ പരിചയപ്പെടുത്തി. ആ മുനികുമാരൻ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം പട്ടിണി കൊണ്ട് മരിച്ചു പോകുമായിരുന്നു. ഞങ്ങളുടെ രാജാവിൻ്റെ പുത്രിയെ ആ മുനികുമാരന് വിവാഹം ചെയ്തു കൊടുത്തു. അവർ സുഖമായി ജീവിക്കുന്നു. ഇത് കേട്ടപ്പോൾ മഹർഷിക്ക് കോപമെല്ലാം തണുത്തു. അങ്ങനെ മഹർഷി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. കൊട്ടാരത്തിൽ എത്തിയ മഹർഷി അത്ഭുതപ്പെട്ടുപോയി. സൗന്ദര്യത്തിടമ്പായ ശാന്ത, തൻ്റെ മകൻ സുന്ദരനായി അവിടെ വിലസുന്നു. രാജകുമാരനെ പോലെ, ഇന്ദ്രനെ പോലെ. അതെല്ലാം കണ്ടതും മഹർഷിക്ക് അതീവ സന്തോഷമായി. അങ്ങനെ മഹർഷി പറഞ്ഞു ലോമപാദ മഹാരാജാവിനോട്, എൻ്റെ മകൻ ഇവിടെ താമസിച്ചോട്ടെ. ഒരു പുത്രൻ ഉണ്ടാവുമ്പോൾ പുത്രനെ ശാന്തയ്ക്ക് നൽകിയ ശേഷം കാട്ടിലേക്ക് വരണം. അല്ലെങ്കിൽ ശാന്തയെയും കൂട്ടി പുത്രനെയും കൂട്ടി കാട്ടിലേക്ക് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞ് വിഭാണ്ഡക മുനി അവിടെ നിന്നും പോയി. തുടർന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു പുത്രൻ ഉണ്ടാവുകയും ശാന്തയും ഋഷ്യശൃംഗനും വിഭാണ്ഡകന്റെ ആശ്രമത്തിലേക്ക് വന്നു ചേരുകയും ചെയ്തു. യുധിഷ്ഠിര മഹാരാജാവെ, ആ കാണുന്നതാണ് വിഭാണ്ഡക മുനിയുടെ ആശ്രമം, ഋഷ്യശൃംഗന്റെ ആശ്രമം. അങ്ങനെ ഋഷ്യശൃംഗന്റെ ആശ്രമം കാണിച്ചു കൊടുക്കുകയാണ് യുധിഷ്ഠിരന് ലോമേശ മഹർഷി. മഹാഭാരത കഥകൾ തുടരുകയാണ് കൂട്ടുകാരെ. വനപർവമാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഭാഗത്ത് പരശുരാമന്റെ കഥയുമായി വരുന്നതാണ്. മഹാഭാരത കഥകൾ പറയുന്നതും കേൾക്കുന്നതും അറിവ് ലഭിക്കുന്നതിനൊപ്പം
പുണ്യവും ആണ്. അപ്പോൾ അടുത്ത ഭാഗത്ത് കാണാം. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.